കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന 4 പേർ മരിച്ച സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. സംഭവത്തിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ പരിശോധിച്ചോ അതല്ല പരിശോധനയിൽ വീഴ്ച വന്നോ എന്ന് അന്വേഷിക്കും. പരിശോധനയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സംസ്ഥാനത്തെ പഴയ കെട്ടിടങ്ങൾ പരിശോധന നടത്തും. സ്വകാര്യ കെട്ടിടങ്ങളും പരിശോധിക്കും. പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം. പി. രാജേഷുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. മേയറുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ്റെ നിലപാടുകൾ പൊതുവെ ശക്തമാക്കി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചിട്ടുണ്ടോ, പരിശോധിച്ചതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടച്ചിട്ടുണ്ടോ, അതൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അത്തരം നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. നിലവിൽ കോഴിക്കോട് നഗരത്തിൽ കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഗൗരവമായി കോർപ്പറേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. അത് മേയറോട് സംസാരിച്ചിട്ടുണ്ട്. മേയർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുറ്റക്കാരാരാണോ അവർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നിലപാട് സ്വീകരിക്കണം.